വർക്കലയിൽ വീട്ടിൽ കഞ്ചാവ് കൃഷി നടത്തിയ യുവാവ് പിടിയിൽ. വർക്കല സ്വദേശി റാഷിദാണ് പിടിയിലായത്. വീടിന്റെ പുറകുവശത്തുള്ള മരച്ചീനി കൃഷിക്കിടയിൽ ആയിരുന്നു കഞ്ചാവ് ചെടികൾ നട്ടിരുന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. ഗോപാൽ ശിലാസനൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോപാൽ, വിവരങ്ങൾ. വർക്കല മേൽവട്ടൂർ സ്വദേശിയായ 38-കാരൻ റാഷിദിന്റെ വീട്ടിൽ നിന്നാണ് ഈ കഞ്ചാവ് കൃഷി കണ്ടെത്തിയത്. വീട്ടിൽ കഞ്ചാവ് കൃഷി നടത്തുന്നു എന്ന രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വർക്കല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിയുടെ വീട്ടിൽ മിന്നൽ പരിശോധന നടത്തുകയായിരുന്നു. തുടർന്ന് ആ പരിശോധനയിൽ വീടിന്റെ പുറകുവശത്തുള്ള മരച്ചീനി തോട്ടത്തിനിടയിൽ വളർന്നു നിൽക്കുന്ന കഞ്ചാവ് ചെടികൾ പോലീസ് പോലും കണ്ടമ്പരുന്നു എന്നതാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയ വിവരം. ഒരു ചെടിക്ക് ഏകദേശം 2.5 മീറ്ററിന് മുകളിൽ ഉയരമുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഏകദേശം 6 ചെടികളാണ് അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥർ ഈ ചെടികളെല്ലാം തന്നെ പിഴുതെടുത്ത് പോലീസ് ജീപ്പിൽ തന്നെ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്നും കസ്റ്റഡി എടുത്ത പ്രതിയുടെ അറസ്റ്റ് ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിയമ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാളെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗോപാൽ, ഇത് 1-2 ചെടികളൊന്നുമല്ലല്ലോ, ഒരു തോട്ടം പോലെ പരിപാലിച്ചു വന്ന തരത്തിലാണല്ലോ. വലിയ ചെടികളാണ്, 6-7 തൈകൾ ഉണ്ടെന്ന് പറയുന്നു. ഗോപാൽ, തീർച്ചയായിട്ടും ഇതിനെ കണക്കെടുത്ത് പറയുകയാണെങ്കിൽ ഒരു ചെടിക്ക് 2.5 മീറ്റർ വരെ ഉയരമുണ്ടായിരുന്നു. അത് കൂടാതെ ബാക്കി 1.5-ഉം 2 മീറ്റർ വീതം നീളമുള്ള 6 ചെടികൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള മൊത്തം 7 ചെടികളാണ് ഈ തോട്ടത്തിൽ നിന്ന് കണ്ടെത്തിയത്. അത് മറ്റുള്ളവർ കാണാതിരിക്കുന്നതിന് വേണ്ടി ഈ മരച്ചീനി ചെടികൾക്കിടയിൽ, മരച്ചീനി തോട്ടത്തിലെ അതിന് ഇടയിലുള്ള ഭാഗത്തായി നട്ടിരിക്കുകയായിരുന്നു. മരച്ചീനി ഇലകളോട് ഇടയിൽ ഈ ഇലകൾ കാണാതിരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളുമൊക്കെ അവിടെ റാഷിദ് നടത്തിയിരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ കണ്ട് പോലീസ് പിടികൂടിയതല്ല, കൃത്യമായിട്ടുള്ള വിവരം ഡിവൈഎസ്പിക്ക് ലഭിച്ചിരുന്നു. ഇയാൾ ഇത്തരത്തിൽ ഇതിനിടയിൽ കഞ്ചാവ് കൃഷി നടത്തുന്നുണ്ട് എന്നുള്ള സംബന്ധിച്ച് ഇത് കച്ചവടത്തിന് വേണ്ടി വളർത്തിയതാണോ അതോ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വളർത്തിയതാണോ എന്ന കാര്യമൊക്കെ പോലീസ് ഇയാളെ ചോദ്യം ചെയ്ത് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. എന്താണെങ്കിലും മറ്റേതെങ്കിലും പറമ്പിലോ പുരയിടത്തിലോ എവിടെയെങ്കിലും വിതരണത്തിലുള്ള സമാന രീതിയിലുള്ള കൃഷിയോ എന്തെങ്കിലും തരത്തിലേക്കുള്ള ചെറുകിട വ്യവസായമൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യം കൂടി ആ പ്രതിയിൽ നിന്ന് അറിയുവാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്. ശരി, ഗോപാൽ ശിലാസനൽ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.